50-ലേറെ കവർച്ചാ കേസിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു പിടിയിൽ. കഴിഞ്ഞ ദിവസം ചണ്ണപ്പട്ടയിൽ നിന്നുമാണ് വെള്ളംകുടി ബാബുവിനെ ഏരൂർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരൂർ കുളത്തുപുഴ മേഖലകളിൽ നിരവധി കാണിക്ക വഞ്ചികൾ തകർത്തും വീടുകളിൽ മോഷണം നടന്നിരുന്നു. പരിശോധനയിൽ വെള്ളംകുടി ബാബുവാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്നാണ് രാത്രിയിൽ ഇയാൾ ഒളിച്ചു പാർത്തിരുന്ന ചണ്ണപ്പട്ടയിലെ ബന്ധുവീട്ടിൽ നിന്നും ഇയാളെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യപരിശോധനയും തെളിവെടുപ്പുകൾക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ വെള്ളംകുടി ബാബുവിനെതിരെ കിഴക്കൻ മേഖലയിലെ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ജാമ്യത്തിലിറങ്ങിയാൽ ഉടൻ അടുത്ത മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതി. മലയോര മേഖലയിൽ ഇയാൾക്ക് സഹായികൾ ഉള്ളതായി പോലീസ് സംശയിക്കുന്നു. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഗിരീഷ് അറിയിച്ചു. കുപ്രസിദ്ധ മോഷ്ടാവായ വെള്ളംകുടി ബാബുവിനെയാണ് ഇന്നലെ ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്ഥിരം മോഷണം നടത്തുന്നയാളാണ് വെള്ളംകുടി ബാബു. അയാളുടെ ഒരു സഹോദരി ചണ്ണപ്പേട്ടയ്ക്ക് സമീപത്ത് താമസമുണ്ട്. ഇടയ്ക്ക് അയാളോടെ വന്നു പോകുന്നതായിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് നമ്മുടെ തുമ്പോട് കുരിശടി ഭാഗത്തും അതുപോലെ കണ്ണാടിപ്പള്ളി അവിടുത്തെ വഞ്ചി പൊട്ടി സംഭവം ഉണ്ടായത്. വിവരം നമ്മൾ പരാതി ഇന്നാണ് കിട്ടിയത്. പക്ഷേ ഇന്നലെ വിവരം ജസ്റ്റ് വൈകുന്നേരം അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നേരത്തെയും ഇയാളെ കണ്ണാടിപ്പള്ളി വഞ്ചി പൊട്ടിച്ചിട്ടുള്ള ആളാണ്. ആ അറിവുള്ളത് കൊണ്ട് തന്നെ ഇയാളെ അന്വേഷിച്ച് പോവുകയും അവസാനം രാത്രിയോട് കൂടി ഇയാൾ ആ ചണ്ണപ്പേട്ട സഹോദരിയുടെ വീടിൻ്റെ പരിസരത്തുള്ള സ്ഥലത്ത് നിന്ന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ അയാളെ കസ്റ്റഡി എടുക്കുകയും ഇന്ന് അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അയാളെ കുട്ടി സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അയാളെ ചോദ്യം ചെയ്തതിൽ അയാൾ 2 ദിവസം മുമ്പ് കുളത്തുപുഴ ഒരു വീട്ടിൽ മോഷണ ശ്രമം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. കൂടാതെ പാരിപ്പള്ളി, ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ കേസുകളെ പറ്റി പറയുന്നുണ്ട്. പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോട് റിമാൻഡ് ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുക്കുന്നതിനുമായി കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തുന്നതായിരിക്കും. കവർച്ച നടന്ന ഇടങ്ങളിൽ ഫോറൻസിക് വിരലടയാള വിദഗ്ധർ അടക്കം എത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. നാട്ടുവാർത്ത, ഏരൂർ.